ഏതൊരു ബല ആണെങ്കിലും, ഏതൊരു രോഗമാണെങ്കിലും, ഏതൊരു ബുദ്ധിമുട്ടുകളാണെങ്കിലും അതിനെ പൊതുവെ ഈ നല്ലൊരു അവസ്ഥയിൽ മുഅ്മിൻ പാവങ്ങൾ പൊറുക്കാനുള്ള കാര്യമാണ് എന്ന നിലക്കൊന്നും എടുക്കാതെ വെറുതെ അതിനെങ്ങനെ ചീത്ത വിളിച്ചുകൊണ്ട് പിന്നെ എന്തൊരു രോഗമാണ് അല്ലെങ്കിൽ വളരെ മോശപ്പെട്ട വാക്കുകൾ ചില ആൾക്കാർ പറയും. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഒന്ന് അള്ളാഹിന്റെ ഖദറാണ്. രണ്ട്, അതുകൊണ്ടുള്ള ഖൈറുകളെ മനസ്സിലാക്കുകയാണ് വേണ്ടത്. അത് പ്രത്യേകിച്ചും പനിയുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ ചീത്ത വിളിക്കുന്ന രീതിയിൽ, മോശമാക്കി വിളിക്കുന്ന രീതിയിൽ പറയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇമാം അൽ ബുഖാരി റഹിമഹുള്ളയുടെ അൽ അദബുൽ മുഫ്രദ് എന്ന ഹദീസ് ഗ്രന്ഥത്തിലെ സഹീഹായ ഹദീസുകളാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ രോഗസന്ദർശനവും അതുപോലെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ബാബുകളാണ്. അതിൽ അടുത്ത ബാബ് അൻ ഇബ്രാഹിം, അടുത്ത ബാബിന് പ്രത്യേകിച്ച് തലക്കെട്ട് കൊടുത്തിട്ടില്ല. അതിലെ ഹദീസ് അൻ ഇബ്രാഹിം ഇബ്നു അബി അബ്ലത ഖാല, ഇബ്രാഹിം ഇബ്നു അബി അബ്ല അദ്ദേഹം പറയാണ്, മറഅത് ഇംറഅതി, എൻ്റെ ഭാര്യ രോഗിയാവുകയുണ്ടായി, എൻ്റെ ഭാര്യക്ക് രോഗം ബാധിച്ചു. ഫകുൻതു അജീഉ ഇലാ ഉമ്മി ദർദാ, ഞാൻ ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക്, അല്ലെങ്കിൽ അവരുടെ ബന്ധമുള്ളതാണ്, അപ്പോൾ ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹയെ കാണാറുണ്ടായിരുന്നു. ഫതഖൂലു ലി, അപ്പോൾ ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ എന്നോട് ചോദിക്കാറുണ്ട്, കൈഫ അഹ്ലുക്, നിന്റെ ഭാര്യയ്ക്ക് എങ്ങനെയുണ്ട്, അസുഖം എങ്ങനെയുണ്ട് ചോദിക്കാറുണ്ട്. ഫഅഖൂലു ലഹ, ആ സമയം ഞാൻ അവരോട് പറയും, മർദ, അവൾ രോഗി തന്നെയാണ്. ഫതദ്ഉ ലി ബിതആമിൻ ഫആകുൽ, അപ്പോ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് എന്നെ വിളിക്കും, ഭക്ഷണം നൽകുക, എന്നെ ക്ഷണിക്കും, ഞാൻ അങ്ങനെ ആ ഭക്ഷണം കഴിക്കാറുണ്ട്. ثم عدت ففعلت ذلك, അങ്ങനെ ഒരുപാട് തവണ, അല്ലെങ്കിൽ രോഗിയായ സമയത്ത് വീണ്ടും അങ്ങനെ ആവർത്തിച്ച് അങ്ങനെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അഥവാ പിന്നെ അവിടെ പോവുകയും പിന്നെ ഭാര്യയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കും, രോഗിയാണെന്ന് പറയുമ്പോൾ വീണ്ടും ഭക്ഷണത്തിൽ വിളിക്കാറുണ്ട്. ഫജിഅ്തുഹാ മർറതൻ, അങ്ങനെ ഒരു തവണ ഉമ്മു ദർദാ റളിയല്ലാഹു അടുക്കലേക്ക് എത്തിയപ്പോൾ ഫഖാലത് കൈഫ, അവർ ചോദിച്ചു എങ്ങനെയുണ്ട്, ഭാര്യയ്ക്ക് എങ്ങനെയുണ്ട്. ഖുൽതു ഖദ് തമാസലു, ഞാൻ പറഞ്ഞു ഇപ്പൊ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്, രോഗം ഭേദമുണ്ട്, അവൾ നന്നായിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഫഖാലത്, അപ്പോൾ ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇന്നമാ കുൻതു അദ്ഉ ലക ബിതുആമിൻ, ഞാൻ നിന്നെ ഭക്ഷണത്തിലേക്ക് ക്ഷണിച്ചത്, അൻ കുൻത തുഖ്ബിറുനാ അൻ അഹ്ലിക അന്നഹും മർദാ, നീ നിന്റെ കുടുംബത്തെ പറ്റി നീ അറിയിച്ചു, അവർ രോഗിയാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിച്ചത്. ഫഅമ്മാ അൻ തമാസലു, എന്നാൽ ഇപ്പോൾ അവർ നല്ലൊരു അവസ്ഥയിലായിട്ടുണ്ടെങ്കിൽ ഫലാ നദ്ഉ ലക ബിശൈഇൻ, ഞാൻ നിങ്ങളെ ഈ ഭക്ഷണത്തിൽ ക്ഷണിക്കുന്നില്ല എന്ന നിലക്ക് പറയുകയുണ്ടായി. ഈ ഒരു സംഭവം ഇവിടെ കൊടുക്കാനുള്ള കാരണം, ഒന്ന് ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ ആലിമത്താണ്, ഫഖീഹത്താണ്. അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ്. വളരെ ഇൽമുള്ള, ബാക്കിയുള്ള ആളുകൾ താബീങ്ങളും മറ്റും ഇൽമ് നേടിയിരുന്ന, അവർക്ക് ദർസ് എടുത്തു കൊടുത്തിരുന്ന, ഹിജാബിന്റെ അപ്പുറത്ത് തന്നെ ദർസ് എടുത്തു കൊടുത്തിരുന്ന വളരെ ആലിമത്തായിട്ടുള്ള ഫഖീഹത്തായിട്ടുള്ള സ്ത്രീയാണ് ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ. ദർസ് എടുക്കുക എന്ന് പറഞ്ഞാൽ സംശയങ്ങളും മറ്റുമെല്ലാം ദൂരീകരിച്ചു കൊടുത്തിരുന്നവർ. അത്രയും ഇൽമുള്ള സഹാബി വനിതയാണ് ഉമ്മു ദർദാ. ഈ ഹദീസ്, ഈ സംഭവം പറയുന്ന ഇബ്രാഹിം ഇബ്നു അബി അബ്ല, അദ്ദേഹം അൽ ഇമാമുൽ ഖുദ്വത്തു ശൈഖു ഫിലസ്തീൻ അബൂ ഇസ്ഹാഖ് അൽ അഖ്ബലി അശ്ശാമി അൽ മഖ്ദിസി മിൻ ബഖായ താബിഈൻ, അദ്ദേഹം ഹിജ്റ 60 വർഷങ്ങൾക്ക് ശേഷം ജനിച്ച താബിഈ ആയിട്ടുള്ള അറിയപ്പെട്ട പണ്ഡിതനാണ്. ഷെയ്ഖു ഫിലസ്തീനിലെ ഷെയ്ഖ് എന്നറിയപ്പെടുന്ന ഷാമി ആയിട്ടുള്ള, പിന്നെ ഫിലസ്തീനിൽ താമസമാക്കിയിട്ടുണ്ടായിരുന്ന അറിയപ്പെട്ട പണ്ഡിതനാണ് ഇബ്രാഹിം ഇബ്നു അബി അബ്ല. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ അങ്ങനെ ഭാര്യയ്ക്ക് രോഗമാണെന്ന് അന്വേഷിക്കുമ്പോൾ, രോഗിയാണെന്ന് പറയുമ്പോൾ ഉമ്മു ദർദാ
ആ വ്യക്തിക്ക് ഈ പണ്ഡിതന് ഭക്ഷണം നൽകാറുണ്ടായിരുന്നു. താബിഈയാണ്, ഭക്ഷണം നൽകാറുണ്ടായിരുന്നു. അങ്ങനെ ആവർത്തിച്ച് ചോദിക്കും, രോഗിയാണെന്ന് പറയുമ്പോഴൊക്കെ ഭക്ഷണം നൽകാറുണ്ട്. അപ്പൊ രോഗം മാറി എന്ന് കേട്ടപ്പോൾ ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യ രോഗി ആയതുകൊണ്ടാണ് ഭക്ഷണത്തിന് വേണ്ടി പ്രത്യേകം ക്ഷണിച്ചിരുന്നത്, ഞാൻ പ്രത്യേകം ക്ഷണിക്കുന്നില്ല എന്ന് എനിക്ക് പറഞ്ഞു. ഈ ഹദീസ് ഇവിടെ കൊടുക്കാനുള്ള കാരണം, ആരെങ്കിലും രോഗിയായിട്ടുണ്ട് എങ്കിൽ ആ രോഗിയായ ആളോടും അതുപോലെ ആളുടെ കുടുംബത്തിനോടും റിസ്ക് കാണിക്കുന്നതുമായി ബന്ധപ്പെട്ട് അറിയിക്കാനാണ് ഈ സംഭവം കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് പരിചയമുള്ള ഇവിടെ അയൽവാസിയാണ് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്താണ്, അവരുടെ ഭാര്യ രോഗിയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും, വീട്ടിലവർക്ക് ഭക്ഷണമോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളോ ഒക്കെ ബുദ്ധിമുട്ടിലായിരിക്കും. അപ്പൊ നമ്മൾ കണ്ടറിഞ്ഞുകൊണ്ട് അവർക്ക് ആവശ്യമായ ഭക്ഷണം നൽകുകയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ഒക്കെ ചെയ്യുക എന്നുള്ളത് വളരെ പ്രതിഫലാർഹമായിട്ടുള്ള ഒരു മുസ്ലിം ചെയ്യേണ്ട കാര്യമാണ്. അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റുള്ള ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ അവരുടെ ഭാര്യ രോഗി ആയതുകൊണ്ടാണ് ഉമ്മു ദർദ ഭക്ഷണം നൽകിയത്. എന്നാൽ രോഗമൊക്കെ മാറി ഉഷാറായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ആക്കുന്നില്ല എന്ന നിലക്ക് പറയുകയുണ്ടായി. അല്ലാതെ ഭക്ഷണത്തിന് ക്ഷണിക്കാം, പക്ഷെ ഒരാളുടെ കുടുംബമോ അല്ലെങ്കിൽ മറ്റൊക്കെ രോഗത്തിലും ബുദ്ധിമുട്ടിലൊക്കെ ആണെങ്കിൽ ആ സമയത്ത് അവർ പ്രത്യേകം ഈ തരത്തിലുള്ള കാര്യങ്ങൾ പരിഗണിക്കണം എന്ന് പറയാനാണ് ഈ ഹദീസ്, ഈ സംഭവം ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്ത ബാബു ഇയാദത്തിൽ അറാബ്, അറാബികളെ രോഗസന്ദർശനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട്. ഇത് പ്രത്യേകം കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറാബികൾ വളരെ പരിക്കൻ സ്വഭാവമുള്ള, കാര്യങ്ങൾ അധികം ചിന്തിക്കാത്ത, അങ്ങനത്തെ രീതിയിൽ സംസാരിക്കുന്ന ആളുകളാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ സന്ദർശിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യം അത് അനുവദനീയമാണോ, അത് ചെയ്യേണ്ടതുണ്ടോ എന്നറിയിക്കുന്ന ഒരു കാര്യമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല അലാ അഅറാബിയ്യിൻ യഊദുഹു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു അഅറാബിയുടെ അടുക്കിലേക്ക് പോയി. രോഗസന്ദർശനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ അഅറാബിയുടെ അടുക്കിലേക്ക് പോയിട്ടുള്ളത്. قال وكان النبي صلى الله عليه وسلم إذا دخل على مريض يعود قال لا بأس عليك طهور إن شاء الله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ശീലമാണ്, രോഗിയായിട്ടുള്ള ആരുടെയെങ്കിലും അടുക്കിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ, രോഗസന്ദർശനത്തിൽ പോയി കഴിഞ്ഞാൽ പറയാറുണ്ട്, ലാ ബഅസ് തഹൂറൻ ഇൻഷാ അല്ലാഹ്. ലാ ബഅസ് എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, കാര്യാക്കണ്ട. തഹൂറുൻ ശുദ്ധീകരണമാണ്, അഥവാ നിന്റെ പാപത്തിനുള്ള ശുദ്ധീകരണമായി തീരുന്ന കാര്യമാണ് ഈ രോഗം. പാപങ്ങൾക്കുള്ള തക്ഫീറാണ്, അഥവാ പിന്നെ പ്രായശ്ചിത്തമാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ധാരാളം ഹദീസുകൾ പറഞ്ഞു. അപ്പൊ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ്, അതുകൊണ്ട് അത് കാര്യാക്കണ്ട എന്ന് നിലക്ക് പറയും. ഇൻഷാ അല്ലാഹ്, അള്ളാഹു പാപങ്ങൾ പുറത്തു തരും എന്ന നിലക്ക് സമാധാനിപ്പിക്കാറുണ്ട്. ഈ വാക്ക് ഒരിക്കലും രോഗം മാറട്ടെ എന്നുള്ള ദുആഅല്ല. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കുറെ നമ്മുടെ ആളുകൾ വിചാരിച്ചു പോയിട്ടുള്ളത് രോഗം ശിഫയാകാൻ വേണ്ടിയിട്ടുള്ള എന്തോ പ്രാർത്ഥനയാണ് ഈ വാക്ക് എന്ന നിലക്ക് ആൾ തടവിയിട്ടില്ല ഇൻഷാ അല്ലാഹ് എന്നൊക്കെ പറയുന്നതാണ്. അതല്ല അതിന്റെ ഉദ്ദേശം. അതിന്റെ ഉദ്ദേശം കാര്യാക്കണ്ട, അത് അള്ളാഹു നിനക്ക് പാവം പുറത്തു തരാനുള്ള ഒരു മാർഗമാക്കിയതാണ് എന്നുള്ള സമാധാനിപ്പിക്കുന്ന വാക്കാണ്. പ്രാർത്ഥനയ്ക്ക് വേറെ വാക്കുകളുണ്ട്, പ്രാർത്ഥനയ്ക്ക് വേറെ വാക്കുകളും ദുആകളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊരു സമാധാനിപ്പിക്കുന്ന വാക്കാണ്. അപ്പൊ ഇങ്ങനെ അറാബിയോടും പറഞ്ഞു. അറാബികൾ പറഞ്ഞല്ലോ, വളരെ പരിക്കൻ സ്വഭാവവും അതുപോലെ തന്നെ അങ്ങനെയുള്ള ആളുകളാണ്. അപ്പൊ അറാബി തിരിച്ചു പറഞ്ഞു, ഈ പനി പിടിച്ചിട്ട് പെയ്യാതെ കിടക്കുകയാണ്. അപ്പോ ഇതാണോ ശുദ്ധീകരണം ആവുന്നത്, ഇതാണോ തൊഹൂറാകുന്നത്? ഒരിക്കലും ഇല്ല. റഫായിട്ട് പറഞ്ഞു. അപ്പൊ ആ രോഗി തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇത് പനിയാണ്, ഇത് തൊഹൂർ ശുദ്ധീകരണം എന്നല്ല, ഇത് വയസ്സായ ഒരാളുടെ മേത്ത് തിളച്ചു മറിയുന്ന പോലെയുള്ള പനിയാണ് ബാധിച്ചിട്ടുള്ളത്. അതിനൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തന്നെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, കൈമാ തുസീറഹുൽ ഖുബൂർ, അത് ഖബറിലേക്ക് സന്ദർശിക്കുന്ന അവസ്ഥയിൽ വരെ എത്തിക്കും. അഥവാ മരിനെ മരിപ്പിക്കാൻ പോകുന്ന ഒരു രോഗമാണ് എന്നുള്ള നിലക്ക് ആ അറാബി വളരെ പരിക്കനായിട്ട് പറഞ്ഞു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞു, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫനഅമിദൻ, നബിനെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. നബിനെ അങ്ങനെ ആവട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുകയും ചെയ്തു. അപ്പോ ഒന്ന് രോഗിയായാൽ ആ രോഗിയോട് പോയി പറയുന്ന വാക്കാണെന്ത്, ലാ ബഅസ് തഹൂറുൻ ഇൻഷാ അല്ലാഹ് എന്നുള്ളത്. അതാ രോഗിയായി കിടക്കുന്ന ആൾ വേണം അതിന്റെ ആ രീതിയിൽ ഉൾക്കൊള്ളണം. അറാബികൾ ഇങ്ങനെ പരിക്കുന്ന സ്വഭാവക്കാരാണ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാണ്, അൽ അറാബു അശദ്ദു കുഫ്റൻ വനിഫാഖൻ വഅജ്ദറു അല്ലാ യഅലമു ഹുദൂദ മാ അൻസലല്ലാഹു അലാ റസൂലിഹി വല്ലാഹു അലീമുൻ ഹകീം. അറാബികൾ പരിപരുത്ത, ഏറ്റവും കുഫ്ർ കാണിക്കുന്ന അല്ലെങ്കിൽ നിഷേധം കാണിക്കുന്ന അങ്ങനത്തെ സ്വഭാവമുള്ള ആളുകളാണെന്ന് അറിയപ്പെട്ട കാര്യവും രീതിയിൽ ധാരാളം ഹദീസുകളൊക്കെ വന്നിട്ടുണ്ട്.
അപ്പോ ഇങ്ങനെയുള്ള ഈ വ്യക്തിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നീ വിചാരിക്കുന്ന പോലെ അങ്ങനെ തന്നെ ആവട്ടെ, അതായത് അവനെ മരിപ്പിച്ച് കളയുന്ന രോഗമെന്ന് പറയുമ്പോൾ അങ്ങനെ ആവട്ടെ എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയും ചെയ്തു. അപ്പൊ ഇത് അറിയിക്കുന്നത് ഒന്ന്, എത്ര പരിക്കൻ സ്വഭാവമുള്ള ഒരാളാണെങ്കിലും അയാളെ രോഗസന്ദർശനം നടത്താവുന്നതാണ്. അതുപോലെ രോഗസന്ദർശനം നടത്തുമ്പോൾ ലാ ബഅസ് ദഹൂറുൻ എന്നുള്ള ആ വാക്ക് പറയാവുന്നതാണ്. അടുത്ത ബാബു ഇയാദത്തിൽ മർദ, രോഗികളെ സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാക്കാണ്. രോഗികളെ സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ ഫضില് ധാരാളം ഹദീസിൽ വന്നിട്ടുണ്ട്. അതിന്റെ ചില കാര്യങ്ങളാണ്. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്. മൻ അസ്ബഹ അൽ-യൗമ മിൻകും സായിമ, നിങ്ങളിൽ ആരാണ് ഇന്ന് നോമ്പുകാരനായിട്ടുള്ളത് ചോദിച്ചു. സഹാബികൾ കുറെ ആളുകളുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ ആർക്കാണ് നോമ്പുള്ളത്? അബൂബക്കറിൻ, അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് നോമ്പുണ്ട് എന്ന് പറഞ്ഞു. ഖാല മൻ ആദ മിൻകും അൽ-യൗമ മരിയവൻ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇന്ന് ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു രോഗിയെ സന്ദർശിച്ചിട്ടുള്ളത് ചോദിച്ചു. ഖാല അബൂബക്കറിൻ, അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനുണ്ട് എന്ന് പറഞ്ഞു. ഖാല മൻ ഷഹിദ മിൻകും അൽ-യൗമ ജിനാസതൻ, ആരാണെന്ന് ഒരു ജിനാസ, ഒരു മയ്യിത്തിനെ പിന്തുടർന്നിട്ടുള്ളത്, മയ്യിത്തുസ്കാരത്തിൽ മറ്റെല്ലാം പങ്കെടുത്തിട്ടുള്ളത് ചോദിച്ചു. ഖാല അബൂബക്കറിൻ, അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനുണ്ടെന്ന് പറഞ്ഞു. ഖാല മൻ അത്അമ അൽ-യൗമ മിസ്കീന, നിങ്ങളിൽ ആരാണ് ഇന്നൊരു മിസ്കീനിന് ഭക്ഷണം നൽകിയിട്ടുള്ളത് ചോദിച്ചു. ഖാല അബൂബക്കറിൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല മർവാൻ ബലഗനി അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, ഈ ഹദീസ് ഉദ്ധരിക്കുന്ന റാവിയായിട്ടുള്ള മർവാൻ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മജ്തമഅ ഹാദിഹിൽ ഖിസാൽ ഫീ റജുലിൻ ഫീ യൗമിൻ ഇല്ലാ ദഖൽ ജന്ന, ഈ ഗുണങ്ങളെല്ലാം ഒരു ദിവസത്തിൽ ഒരാൾ ഒത്തൊരുമിക്കുകയാണ് എങ്കിൽ അവൻ എന്തായാലും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഈ ഹദീസ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഫضൽ അറിയിക്കുന്നതും അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ള അമലുകളുടെ ഫضൽ അറിയിക്കുന്നതുമായിട്ടുള്ള ഹദീസാണ്. ഒന്നാമത്തേത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തി, നബിമാർക്ക് ശേഷം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സൃഷ്ടി. അങ്ങനെ ധാരാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോടുള്ള ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് ഈമാനിന്റെ ഭാഗമാണ്, ഇഷ്ടപ്പെടേണ്ടതാണ്. അപ്പൊ അത്രയും ശ്രേഷ്ഠനായിട്ടുള്ള സ്വഹാബിയാണ് അബൂബക്കർ സിദ്ദീഖ്. എല്ലാം കൊണ്ടും, അദ്ദേഹത്തിന്റെ ഈമാൻ കൊണ്ടും അമലുകൾ കൊണ്ടും അദ്ദേഹത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ആ കാര്യം തെളിയിച്ചിട്ടുള്ള സ്വഹാബിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പിന്നെ ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ള അമലുകൾ, ഒന്നാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ അസ്ബഹ മിൻകും സായിമ, നോമ്പുകാരനായിട്ട് ആരാണുള്ളത്? നോമ്പ് എന്നുള്ളത് പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞിട്ടുള്ള, പ്രത്യേകം പ്രതിഫലം ഞാൻ നൽകുമെന്ന് പറഞ്ഞിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള അമലാണ്. ഒരു സഹാബി ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുർനി ബിഅമലിൻ, ഒരു അമൽ എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു, സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് എന്ന് പറഞ്ഞു, വീണ്ടും പറഞ്ഞു, വീണ്ടും നോമ്പ് എന്ന് പറഞ്ഞു, വീണ്ടും പറഞ്ഞു, വീണ്ടും നോമ്പ് എന്ന് പറഞ്ഞു. അങ്ങനെ പറയുകയുണ്ടായില്ല, ഇദ്ലഹു, നീ നോമ്പ് നോൽക്കുക, അതിന് ഒപ്പം നിൽക്കുന്ന ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞു. അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. അതൊരിക്കലും റമദാനിൽ മാത്രമുള്ളതല്ല, അല്ലെങ്കിൽ മുഹറം 10-നോ അല്ലെങ്കിൽ അറഫയുടെ നോമ്പോ അങ്ങനെ മാത്രം നോൽക്കേണ്ട ഒരു നോമ്പല്ല. ആ നോമ്പ് എന്നുള്ളത് ഐച്ഛികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ, അതുപോലെ തന്നെ അതല്ലാതെ മാസത്തിലെ 3 ദിവസം എന്ന നിലക്ക്, അതല്ലാതെ ഒരാൾക്ക് സാധിക്കുന്ന വിധത്തിൽ ചില വെള്ളിയാഴ്ച മാത്രമായി നോൽക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ഐച്ഛികമായി സാധിക്കുന്ന പോലെ നോമ്പ് എടുക്കാവുന്നതാണ്. അപ്പോൾ അത് വളരെ ശ്രേഷ്ഠമായിട്ട് ഇബാദത്താണ്. അപ്പൊ അത് ചോദിച്ചു, അതിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, നോമ്പുകാരനാണ്. രണ്ടാമത്തേതാണ് നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ടത്, രോഗിയെ സന്ദർശിച്ചത് ആരാണ്? രോഗിയെ സന്ദർശിക്കുക എന്നുള്ളതും വളരെ ഫضലുള്ള ശ്രേഷ്ഠതയുള്ള ഒരു ഇബാദത്താണ്. ആ രോഗിക്ക് ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ രോഗിയെ സന്ദർശിക്കുക എന്ന് പറഞ്ഞ ദിവസവും പോയി സന്ദർശിക്കുക, രാവിലെ വൈകുന്നേരമൊക്കെ പോയി സന്ദർശിക്കുക, രോഗിക്ക് ബുദ്ധിമുട്ടാവാത്ത നിലയിൽ രോഗിയെ സന്ദർശിക്കുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. കാരണം രോഗം എന്നുള്ളത് ഒരു മനുഷ്യന് വളരെയധികം അവന്റെ ദുർബലത ബോധ്യപ്പെടുന്ന, അവന് വളരെയധികം ആ ഒരു രീതിയിൽ താഴ്ന്നു പോകുന്ന, മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ താഴ്ന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. അവിടെ സന്ദർശിക്കാനും നല്ല വാക്കുകൾ പറയാനും രോഗികൾക്ക് നേരത്തെ പറഞ്ഞതുപോലെയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് അവർക്ക് വലിയ ആശ്വാസമാകുന്ന കാര്യമാണ്. അപ്പൊ രോഗ സന്ദർശനം ഇവിടെ ചോദിച്ചു. അവിടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു. മൂന്നാമത്തേത് ജനാസയെ പിന്തുടരലാണ്. ഒരു മുസ്ലിം മരിച്ചു കഴിഞ്ഞാൽ
ആ മരണം മുതൽ, മരിച്ചത് മുതൽ മറമാടുന്നത് വരെയുള്ള ആ കർമ്മങ്ങൾ അത് ഓരോന്നുമുണ്ട്. ഇതിനെ കുളിപ്പിക്കലാവട്ടെ, കഫൻ ചെയ്യലാവട്ടെ, അതിനെ നിസ്കരിക്കലാവട്ടെ, അതിനെ തുടർന്നുകൊണ്ട് ഖബറിൽ മറമാടുന്നതാകട്ടെ, അങ്ങനെ തുടങ്ങി പൊതു മുസ്ലിമീങ്ങളായിട്ടുള്ള മുസ്ലിമുകൾക്ക് പൊതുവായിട്ടുള്ള ബാധ്യതകളുണ്ട്. അപ്പൊ അങ്ങനെ അതിൽ സഹായിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിൽ തുടർന്നു പോന്നിട്ടുള്ള, അതിനെ പിന്തുടർന്നിട്ടുള്ള, അതിൽ പങ്കെടുക്കുക എന്നുള്ളത് 2 ഖൈറാത്ത് വരെ പ്രതിഫലമുള്ള കാര്യമായിട്ട് വിശ്വാസം പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ചെയ്ത് ആലോചിച്ചു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു ഞാനുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് മിസ്കീനൻ, ആരാണ് ഒരു സാധുവിന് ഭക്ഷണം കൊടുക്കുക, മിസ്കീനുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് സൽക്കർമ്മങ്ങളിൽ പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞ ഒരു കാര്യമാണ്. അവിടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട് എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കി, അദ്ദേഹത്തിന്റെ ഫضل ആലോചിച്ച് നോക്കി. എല്ലാം കൊണ്ടും, ഈമാൻ കൊണ്ടും അമലുകൾ കൊണ്ടും ഇബാദത്തുകൾ കൊണ്ടും സിദ്ഖ് കൊണ്ടും എല്ലാം തെളിയിച്ച സഹാബിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ അമലുകളിൽ നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ടത് രോഗിയെ സന്ദർശിക്കുക എന്നുള്ളത് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അത് സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന കർമ്മങ്ങളിൽ ഒന്നാണ്. അടുത്തൊരു ഹദീസ് عن جابر رضي الله عنه قال دخل النبي صلى الله عليه وسلم على السائب وهي تزفزف فقال ഒരിക്കൽ സായിബ് എന്ന ഒരു സ്വഹാബി വനിത, അവർ പനി കൊണ്ട് ബുദ്ധിമുട്ടുന്ന, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടുക്കൽ ഉണ്ടായിരുന്നു. ഫഖാല, അപ്പോൾ ചോദിച്ചു, മാ ലക്കി, എന്താണ് നിനക്ക് പറ്റിയത്, എന്താണ് നിനക്ക് പറ്റിയത് എന്ന നിലക്ക് ചോദിച്ചു. അവർ പറഞ്ഞു, ഖുൽതു അൽ ഹമ്മ, പനിയാണെന്ന് പറഞ്ഞു. അഖ്സാഹ അല്ലാഹ്, അല്ലാഹു അതിനെ നിന്ദ്യമാക്കട്ടെ, പനിയെ ഒരു മോശമാക്കിക്കൊണ്ടുള്ള വാക്ക് പറഞ്ഞു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഹ്, ഉണ്ടായിരിക്കും, ലാ തുസബ്ബിഹ, നീ എന്ത് ചെയ്യരുത്, അതിനെ ചീത്ത വിളിക്കരുത്, അഥവാ പനിയെ മോശമായിട്ട് ആക്ഷേപിച്ച് പറയരുത്. ഫഇന്നഹ തുദ്ഹിബു ഖതായൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ പാപങ്ങളെ ഒഴിവാക്കുന്ന കാര്യമാണ് എന്ത്, പനി എന്നത്. കമാ യുദ്ഹിബുൽ കീറു ഖബതൽ ഹദീദ്, ഒരു കീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇരുമ്പും മറ്റുമെല്ലാം അതിന്റെ ചളിയും തുരുമ്പും എല്ലാം പോകാൻ വേണ്ടി എന്താ ഉലാന്നോ അങ്ങനെ എന്തോ പറയാം മലയാളത്തിൽ, അങ്ങനെ ഒരു കത്തിക്കുന്നതാണ്. അപ്പൊ അത് കത്തിച്ചുകൊണ്ട് ഇരുമ്പിന്റെ വൃത്തികേടുകളൊക്കെ നീക്കും. അതുപോലെ ഒരു മനുഷ്യന്റെ പാവങ്ങളും മറ്റും ഒഴിവാക്കുന്നതാണ്. മാത്രമല്ല ശാരീരികമായിട്ട്, ഭൗതികമായിട്ട് മനുഷ്യന്റെ ശരീരത്തിന്റെ ഒരുപാട് വേസ്റ്റുകൾ, ദോഷങ്ങൾ പുറന്തള്ളാൻ ഉപകാരമായിട്ടുള്ള കാര്യമാണ് പനി എന്നുള്ളത്. തിബുൻ നബി പോലെയുള്ള കിതാബുകൾ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. ശരീരത്തിന് നല്ലതാണ്, മനസ്സിനും നല്ലതാണ്. ഒരു മിതമായ നിലക്കുള്ള പനി ഇടക്കൊക്കെ വരിക എന്നുള്ളത് നല്ലൊരു കാര്യമാണ് എല്ലാം കൊണ്ടും എന്ന് ഉലമാക്കൾ പറഞ്ഞു കാണാം. അപ്പൊ ഹദീസുകൾ പനിയുടെ ഫضل നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ധാരാളം ഹദീസുകൾ പനിയുടെ ഫضل എത്രത്തോളം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ആ പനി വന്നപ്പോൾ അതിനെ ചീത്ത വിളിച്ച് അതിനെ മോശമായി പറഞ്ഞു, അങ്ങനെ പറയരുത്. അത് പാപങ്ങൾ ഒഴിവാക്കുന്നതും അതുപോലെ തന്നെ ശുദ്ധീകരിക്കുന്നതുമായ കാര്യമാണ്. ഇത് പനിക്ക് പ്രത്യേകമായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതൊരു ബല ആണെങ്കിലും, ഏതൊരു രോഗമാണെങ്കിലും, ഏതൊരു ബുദ്ധിമുട്ടുകളാണെങ്കിലും അതിനെ പൊതുവെ ഈ നല്ലൊരു അവസ്ഥയിൽ മുഅ്മിൻ പാവങ്ങൾ പൊറുക്കാനുള്ള കാര്യമാണ് എന്ന നിലക്കൊന്നും എടുക്കാതെ വെറുതെ അതിനെങ്ങനെ ചീത്ത വിളിച്ചുകൊണ്ട് പിന്നെ എന്തൊരു രോഗമാണ് അല്ലെങ്കിൽ വളരെ മോശപ്പെട്ട വാക്കുകൾ ചില ആൾക്കാർ പറയും. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഒന്ന് അള്ളാഹിന്റെ ഖദറാണ്, രണ്ട് അതുകൊണ്ടുള്ള ഖൈറുകളെ മനസ്സിലാക്കുകയാണ് വേണ്ടത്. അത് പ്രത്യേകിച്ചും പനിയുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ ചീത്ത വിളിക്കുന്ന രീതിയിൽ, മോശമാക്കി വിളിക്കുന്ന രീതിയിൽ പറയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ഹദീസ് عن أبي هريرة رضي الله عنه عن رسول الله صلى الله عليه وسلم قال يقول الله سبحانه وتعالى പറഞ്ഞതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അഥവാ അല്ലാഹു പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുദ്സിയായ ഹദീസാണ്. അല്ലാഹു തആല പറയുന്നു, ഇസ്തത്അംതുക ഫലം തുത്ഇംനി ഖാല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയോട് ചോദിക്കും, ഞാൻ നിന്നോട് ഭക്ഷണം ചോദിച്ചു, നീ എനിക്ക് ഭക്ഷണം തന്നില്ല. ഖാല ഫയഖൂൽ, അപ്പോ ആ പിന്നെ വ്യക്തി തിരിച്ചു ചോദിക്കും, യാ റബ്ബേ വകൈഫ ഇസ്തത്അംതനി, എങ്ങനെയാണ് നിങ്ങൾ എന്നോട് ഭക്ഷണം തേടുക, എങ്ങനെയാണ് നീ എന്നോട് ഭക്ഷണം തേടുക? വലം അത്ഇംക, എനിക്ക് നിന്നെ ഭക്ഷണം, വലം ഉത്ഇംക, എനിക്ക് നിന്നെ ഭക്ഷിപ്പിക്കാൻ സാധിക്കില്ലല്ലോ. വഅൻത റബ്ബുൽ ആലമീൻ, നീ റബ്ബുൽ ആലമീൻ ആണല്ലോ എന്ന് തിരിച്ചു പറഞ്ഞു. അതായത് അള്ളാഹു നാളെ പരലോകത്ത് ചോദിക്കുന്നതാണ്, നിന്നോട് ഞാൻ ഭക്ഷണം ചോദിച്ചിരുന്നു, നീ എനിക്ക് ഭക്ഷണം നൽകിയില്ല. പലരും തിരിച്ചു പറയും, നീ എങ്ങനെ എന്നോട് ഭക്ഷണം ചോദിക്കുക, എനിക്ക് നിന്നെ ഭക്ഷിപ്പിക്കാൻ സാധിക്കില്ലല്ലോ, നീ റബ്ബുൽ ആലമീൻ ആണല്ലോ. ഖാല, അപ്പോൾ അള്ളാഹു തആല തിരിച്ചു പറയും, അമാ അലിംത അന്ന അബ്ദി ഫുലാനൻ ഇസ്തത്അമക ഫലാ തുത്ഇംഹു,
നിനക്കറിയുമായിരുന്നല്ലോ ഇന്നാലിന്ന എന്റെ അടിമ നിന്നോട് ഭക്ഷണം ചോദിച്ചിരുന്നു, പക്ഷെ നീ ഭക്ഷണം നൽകിയില്ല. അമാ അലിംത അന്നക ലൗ കുൻത അത്അംതഹു ലവജദ്ത ദാലിക ഇൻദി. നീ എങ്ങാനും അവന് ഭക്ഷണം നിനക്കറിയുമായിരുന്നില്ലേ, അവന് നീ ഭക്ഷണം നൽകിയിരുന്നുവെങ്കിൽ അത് എന്റെ അടുക്കൽ നീ കണ്ടെത്തുമായിരുന്നു എന്ന് നിനക്ക് അറിയുമായിരുന്നില്ലേ എന്ന് ചോദിക്കും. വീണ്ടും ചോദിക്കും, ഇബ്നു ആദം, മനുഷ്യ, ഇസ്തസ്ഖൈതുക ഫലം തസ്ഖിനി. ഞാൻ നിന്നോട് എന്ത് ചോദിച്ചിട്ടുണ്ട്? പിന്നെ വെള്ളം കുടിക്കാൻ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ നീ എന്ത് ചെയ്തിട്ടില്ല, നീ അത് എനിക്ക് നൽകിയിട്ടില്ല. ഫഖാല, അപ്പോ ആ അടിമ പറയും, യാ റബ്ബി വകൈഫ ഉസ്ഖീത് വഅൻത റബ്ബുൽ ആലമീൻ. എങ്ങനെയാണ് ഞാൻ നിനക്ക് വെള്ളം നൽകുക? നീ റബ്ബുൽ ആലമീൻ ആണല്ലോ, എനിക്ക് നിൽക്കാൻ സാധിക്കില്ലല്ലോ. ഫയഖൂൽ, അപ്പോൾ അല്ലാഹു തആല തിരിച്ചു പറയും, ഇന്ന അബ്ദി ഫുലാനൻ ഇസ്തസ്ഖാക ഫലം തസ്ഖിഹ്. എന്റെ ഇന്നാലിന്ന അടിമ നിന്നോട് പാനീയം വെള്ളം ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നീ വെള്ളം അവന് നൽകിയില്ല. അമാ അലിംത അന്നക ലൗ കുൻത സഖൈതഹു ലവജദ്ത ദാലിക ഇൻദി. നീ എങ്ങാനും അവന് ആ കുടിക്കാൻ വെള്ളം നൽകിയിരുന്നുവെങ്കിൽ നീ എന്റെ അടുക്കൽ അത് കണ്ടെത്തുമായിരുന്നു എന്ന് അല്ലാഹു തആല പറയാം. വീണ്ടും ചോദിക്കും, ഇബ്നു ആദം, മനുഷ്യ, മരിയത്തു ഫലാ തഉദ്നി. ഞാൻ രോഗിയായിരുന്നു, നീ എന്നെ സന്ദർശിച്ചില്ല. അല്ലാഹുവാണ് ചോദിക്കുന്നത്. ഖാല യാ റബ്ബ്, അപ്പൊ ചോദിക്കും, റബ്ബേ, കൈഫ അഊദുക വഅൻത റബ്ബുൽ ആലമീൻ. ഞാൻ എങ്ങനെ നിങ്ങളെ സന്ദർശിക്കാൻ വരിക? ഞാൻ എങ്ങനെ നിന്നെ സന്ദർശിക്കാൻ വരിക? നീ റബ്ബുൽ ആലമീൻ ആണല്ലോ. ഖാല മാ അലിംത അന്ന അബ്ദി ഫുലാനൻ മരുവ. നിനക്ക് അറിയുമായിരുന്നില്ലേ എന്റെ ഇന്നാലിന്റെ അടിമ രോഗിയായി എന്ന്. ഫലൗ കുൻത ഉദ്തഹു ലവജദ്ത ദാലിക ഇൻദി. നീ അവനെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ അത് നീ എന്റെ അടുക്കൽ കാണുമായിരുന്നു. വജദ്തനി ഇൻദി, എന്റെ അടുക്കൽ നീ അതിനെ കണ്ടെത്തുമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അടിമയോട് ചോദിക്കുമെന്നാണ്. അപ്പോ ഈ ഹദീസിന്റെ ഒരു രൂപം ആലോചിച്ച് നോക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, നിന്നോട് ഞാൻ ഭക്ഷണം ചോദിച്ചു, എനിക്ക് ഭക്ഷണം നൽകിയില്ല. അപ്പൊ എങ്ങനെയാ റബ്ബുൽ ആലമീനായ റബ്ബേ നിനക്ക് ഭക്ഷണം നൽകാൻ എനിക്ക് പറ്റൂലല്ലോ എന്ന് പറയുമ്പോൾ പറയാണ്, ഇന്നാലിന് അടിമ എന്നോട് ഭക്ഷണം ചോദിച്ചു, ഭക്ഷണം നൽകിയില്ല. അപ്പോൾ ഭക്ഷണത്തിന് ആവശ്യക്കാരായിട്ട് അതിനർഹരായിട്ടുള്ള ആളുകൾ അവർ അങ്ങനെ ഉണ്ട് എങ്കിൽ, അവർ ആവശ്യക്കാരായി നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ അത് നൽകിയാൽ തീർച്ചയായിട്ടും അത് അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾ കണ്ടെത്തും. അവരതിന് ആവശ്യക്കാരാണ്, അർഹരാണ് എന്ന നിലക്ക് മനസ്സിലാവുകയാണ്. ഭക്ഷണം നൽകുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ കണ്ടെത്താൻ സാധിക്കും. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, ഞാൻ ചോദിച്ചു നീ തന്നില്ല എന്നുള്ളത്. അതുപോലെ തന്നെ വെള്ളം എന്നുള്ളത് സ്വതക്കയിൽ വെച്ച് ഏറ്റവും അഫ്ദലായിട്ടുള്ള സ്വതക്കയാണ് അൽമാ, വെള്ളം കുടിക്കാൻ കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ ചോദിച്ചു നൽകിയില്ല എന്ന് പറഞ്ഞാൽ ഇതും അത് തന്നെയാണ്. ഒരാവശ്യക്കാരൻ വെള്ളം ചോദിച്ചിട്ട് നൽകാൻ കൂട്ടാക്കിയില്ല, തയ്യാറായില്ല എന്നുള്ളതാണ് ഉദ്ദേശം. അതുപോലെ തന്നെ ഞാൻ രോഗിയായിരുന്നു, നീ എന്നെ സന്ദർശിച്ചില്ല എന്നുള്ളത്, അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു തആല രോഗിയാവോ? ഇല്ല. അവിടെ ഉദ്ദേശം ഇന്നാലിന്ന അടിമ രോഗിയായി കിടന്നപ്പോൾ നീ സന്ദർശിച്ചില്ല, സന്ദർശിച്ചിരുന്നുവെങ്കിൽ എന്റെ അടുക്കൽ നീ അതിനെ കണ്ടെത്തുമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പൊ രോഗ സന്ദർശനം എന്നുള്ളത് വലിയ ഫദ്ലുള്ള, വലിയ ശ്രേഷ്ഠമായിട്ടുള്ള, പ്രാധാന്യമുള്ള കാര്യമാണ് എന്ന് അറിയിക്കാനാണ് ഈ ഹദീസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോ അങ്ങനെയുള്ള ഒരു സാഹചര്യം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ രോഗിയെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ രോഗ സന്ദർശനം നടത്തുക എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അടുത്ത ഒരു ഹദീസ്, عن أبي سعيد عن النبي صلى الله عليه وسلم قال عودوا المريض واتبعوا الجنائز تذكركم الآخرة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, عودوا المريض, നിങ്ങൾ രോഗിയെ സന്ദർശിക്കുക, രോഗിയായിട്ടുള്ള ആളുകളെ നിങ്ങൾ സന്ദർശിക്കുക. വത്തബിഉൽ ജനായിസ്, നിങ്ങൾ ജനാസയെ പിന്തുടരുക. അഥവാ മരണപ്പെട്ടതിന് ശേഷം, ഒരു മുസ്ലിം മരണത്തിന് ശേഷം ആ ജനാസയെ പിന്തുടരുക. അങ്ങനെ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ചെയ്താൽ എന്താ ഉണ്ടാവും? അതിന് ഗുണം എന്താണ്? തുദക്കിറുക്കുമുൽ ആഖിറ, ആ കാര്യങ്ങൾ നിങ്ങളെ പരലോകത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തും. അതായത് ഒരു മനുഷ്യന് ഏറ്റവും അഹങ്കാരിയായി തീരുന്നതും ധിക്കാരിയായി തീരുന്നതും അവന്റെ സ്വന്തത്തിന് മേലെയുള്ള അവന്റെ പ്രതീക്ഷയുടെ മേലെയാണ്. അവന്റെ സ്വന്തത്തിന് മേലെ പ്രതീക്ഷ, ഞാൻ എന്നുള്ള ഭാവം കൊണ്ടാണ് ഒരാൾ ഏറ്റവും വലിയ ധിക്കാരിയായി തീരുന്നത്. അനാനിയത്ത് എന്ന് പറയും, ഞാൻ എന്ന ഭാവം. അതില്ലാതാക്കുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങളുണ്ട്. അതിൽ 2 എണ്ണമാണ് ഇവിടെ പറഞ്ഞത്. ഒന്നെന്താണ്? ഒരു മൂന്നാമത്തേതുമായി ബന്ധപ്പെട്ടതിനാണ്. ഒന്ന് മരണമാണ്. കാരണം മരണം എന്നുള്ളത് എത്ര അഹങ്കാരിയായിട്ടുള്ള ഒരുവനും നിഷേധിക്കാൻ സാധിക്കാത്ത
തള്ളിക്കളയാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യമാണ്. അത് അവൻ കീഴൊതുങ്ങിക്കൊണ്ടേ ഇരിക്കും. ഒരിക്കലും അവൻ എന്തൊക്കെ പറഞ്ഞാലും അത് അവന്റെ ഉള്ളിൽ നിന്ന് തള്ളിക്കളയാൻ അവന് പറ്റില്ല. രണ്ടാമത്തെ ഒന്ന് രോഗമാണ്. ഒരാളുടെ ഏറ്റവും വലിയ അഹങ്കാരം ഇല്ലാതാക്കുന്ന കാര്യം രോഗമാണ്. അവൻ എന്തൊക്കെ കഴിവുള്ളവനാണെങ്കിലും എത്ര സമ്പത്തുള്ളവനാണെങ്കിലും രോഗത്തിന് മുമ്പിൽ അവന്റെ ദുർബലത ബോധ്യപ്പെടുക ചിന്തിക്കുന്നവർക്ക്. മൂന്നാമത്തെ ഒന്നുള്ളത് വാർദ്ധക്യമാണ്. മരണവുമായി ബന്ധപ്പെട്ടിട്ട് പറയാവുന്ന അല്ലെങ്കിൽ രോഗവുമായി ബന്ധപ്പെട്ടിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ് വാർദ്ധക്യം എന്നുള്ളത്. ആ വാർദ്ധക്യം എന്നുള്ള യാഥാർത്ഥ്യത്തെ കുറിച്ച് ഒരാൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അവന് മനസ്സിലാക്കാൻ സാധിക്കും അവന്റെ ദുർബലത എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകാവകാശികൾ അവർ അവിടെ കിടന്ന് നിലവിളി കൂട്ടിക്കൊണ്ടിരിക്കുമ്പോ അവർ പറയും റബ്ബന ഖ്രിജ്ന, ഞങ്ങൾ ഒന്ന് പുറത്താക്കണം, ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തോളാം, ഞങ്ങൾ ചെയ്യാതെ പോയ സൽക്കർമ്മങ്ങൾ ചെയ്തോളാം. അപ്പൊ അല്ലാഹു തആല തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദിക്കുന്നത്? നിങ്ങൾക്ക് ചിന്തിക്കാൻ മാത്രമുള്ള ആയുസ് ഞാൻ നിങ്ങൾക്ക് തന്നില്ലേ? ആലോചിക്കാനുള്ള ആയുസ് നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ടായിരുന്നില്ലേ? എന്നിട്ട് അവസാനം പറയുന്നുണ്ട് വജാഅകുമുൻ നദീർ, നിങ്ങളിലേക്ക് താക്കീതുകാരൻ വന്നില്ലേ? ആ നദീർ എന്നുള്ളതിന്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ചില പണ്ഡിതന്മാർ പറഞ്ഞ നദീർ കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രധാന ഉദ്ദേശം നബിമാർ വന്നില്ലേ എന്നുള്ളത്. പിന്നെ ചില തഫ്സീറുകൾ കാണാം നിര ബാധിച്ചില്ലേ എന്നുള്ളത്, നിര വന്നില്ലേ എന്നുള്ളത്. നിര വരുമ്പോ ഒരാൾ മനസ്സിലാക്കണം എന്റെ ഇവിടുത്തെ ഉത്തരവാദിത്തത്തിന്റെ സമയം തീരാനായിട്ടുണ്ട്. വാർദ്ധക്യത്തിന്റെ നിലയാണ് ഉദ്ദേശിക്കുന്നത്. സമയമായിട്ടുണ്ട് എന്നുള്ളവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു താക്കീതുകാരനാണ്. ചില തഫ്സീറിൽ അതിനെ രോഗം, നിനക്ക് രോഗങ്ങൾ വന്നിരുന്നില്ലേ എന്നുള്ള അർത്ഥത്തിൽ കാണാൻ സാധിക്കും. രോഗങ്ങൾ വന്നില്ലേ, രോഗം എന്നുള്ളത് മരണത്തെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. അപ്പൊ ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നിങ്ങൾ രോഗികളെ സന്ദർശിക്കുക. ചില രോഗികളെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് എത്ര കടുത്ത ഹൃദയം ചിലപ്പോ ഏറ്റവും കടുത്ത ഹൃദയം ചിലപ്പോ എന്താകും, പിന്നെ അത് തളർന്നു പോകുന്ന അവസ്ഥ ഉണ്ടാവും. ഇന്നലെ ഒരു കുടുംബത്തെ പറ്റി കേൾക്കേണ്ടായി. ആ കുടുംബത്തിലെ ഉപ്പയും ഉമ്മയും മകനും ഭാര്യയും അടങ്ങുന്ന ഒരു കുടുംബം. ഉപ്പ കാലിൽ നീര് വന്നിട്ട് വെള്ളം ഒലിച്ചുകൊണ്ട് കിടപ്പിലാണ്. ഉമ്മ അതുപോലെ തന്നെ വേറെ രോഗമായിട്ട് കിടപ്പിലാണ്. മകൻ വലിയൊരു മകനാണ്. ആ മകന് കണ്ണിന് കാഴ്ച മങ്ങിപ്പോകുന്ന രോഗവും അതുപോലെ തന്നെ കിഡ്നിയുമായി വേറെ എന്തൊക്കെ രോഗങ്ങളാണ്. ഭാര്യക്ക് പിന്നെ വേറെ എന്തൊക്കെ രോഗങ്ങൾ, ഹെർണിയോ രോഗങ്ങൾ, ഓപ്പറേഷൻ കഴിഞ്ഞ് അവരങ്ങനെ കിടക്കുക. ചെറിയ 2 കുട്ടികളുണ്ട് ഇവർക്ക് 2 പേർക്കുമായിട്ട്. ഈ കുടുംബത്തിൽ നോക്കാൻ ആരുമില്ല, ആർക്കും അത് ഇതാക്കാനില്ല. അപ്പോൾ ആലോചിച്ച് നോക്കി രോഗത്തിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കി. ഒരു രോഗം വരുമ്പോൾ മനുഷ്യൻ ഇവരെ സന്ദർശിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇതിലും മാരകമായ രോഗങ്ങളുള്ളവരുണ്ട്, ബുദ്ധിമുട്ടുന്നവരുണ്ട്, കഷ്ടപ്പെടുന്നവരുണ്ട്. ഇവരെ സന്ദർശിക്കുമ്പോൾ അല്ലെങ്കിൽ രോഗിയെ സന്ദർശിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അഹങ്കാരം ഇല്ലാതാക്കാനും നമ്മൾ അള്ളാഹിന് നന്ദികേട് കാണിക്കുന്ന ഒഴിവാക്കാനും കൂടുതൽ അള്ളാഹുവിനോട് നന്ദി കാണിക്കാനും പരലോകത്തെ കുറിച്ച് ഓർമ്മിക്കാനും ഇവിടെ ഒന്നും ശാശ്വതമല്ല, എപ്പോ വേണമെങ്കിലും ഞാൻ അതൊക്കെ വിട്ടേച്ച് പോകാം എന്നുള്ള ഓർമ്മപ്പെടുത്തലിന് കാരണമാകുന്ന കാര്യമാണ് രോഗസന്ദർശനം എന്നുള്ളത്. അല്ലാതെ രോഗിയെ സന്തോഷിപ്പിക്കാൻ ഞാനോ പോയി കണ്ടില്ലെങ്കിൽ അവനെന്താ വിചാരിക്കുക, എന്റെ കുടുംബക്കാരനാണ്, അയൽവാസിയാണ്, അതിനല്ല രോഗസന്ദർശനം. അതിന്റെ ഉദ്ദേശം എന്താണ്? നമുക്ക് നമ്മുടെ ദുർബലത ബോധ്യപ്പെട്ട് പരലോകത്തെ ഓർമ്മപ്പെടുത്തുക. അതുപോലെ തന്നെ ജനാസ ആവട്ടെ, ഖബറിനെ സന്ദർശിക്കുന്നതാവട്ടെ, മഖ്ബറ സിയാറത്ത് ചെയ്യുന്നതാവട്ടെ, എന്താ ഉദ്ദേശം? പരലോകത്തെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ രോഗികളെ സന്ദർശിക്കുക, ജനാസയെ പിന്തുടരുക, അത് നിങ്ങൾക്ക് പരലോകത്തെ ഓർമ്മിപ്പിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് മനസ്സിനെ മാറ്റുന്ന ഏറ്റവും നല്ലൊരു ഉപദേശകനായി അത് മാറുന്നതാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു ഹദീസിൽ കാണാം, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു عن النبي صلى الله عليه وسلم قال ثلاث كلهن حق على كل مسلم. 3 കാര്യങ്ങൾ, ആ 3 കാര്യങ്ങളും ഒരു മുസ്ലിമിനെ മറ്റൊരു മുസ്ലിം നൽകേണ്ട അവകാശമാണ്. ഒരു മുസ്ലിം ആയിട്ടുള്ള സഹോദരനെ മറ്റൊരു മുസ്ലിം കൊടുക്കേണ്ട അവകാശമാണ്. അതിൽപ്പെട്ടതാണ് ഒന്ന് ഇയാദത്തുൽ മരീദ്, രോഗിയായാൽ സന്ദർശിക്കുക എന്നുള്ളത്. ആ രോഗിക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ രോഗിയായാൽ സന്ദർശിക്കുക എന്നുള്ളത്. അടുത്തത് ശുഹൂദുൽ ജനാസ, ജനാസക്ക് സാക്ഷിയാവുക അല്ലെങ്കിൽ അതിന് സന്നിഹിതനാവുക എന്നുള്ളത്. അഥവാ മയ്യത്തുമായി ബന്ധപ്പെട്ട ഐതിസ്കാരത്തിലും മറമാടുന്നതിലും കുളിപ്പിക്കുന്നതിലും എന്തിനാണോ നമുക്ക് സഹായിക്കാൻ പറ്റുന്നത്, ഒപ്പം നിൽക്കാൻ പറ്റുന്നത്, അതിൽ സഹായിക്കുക. അല്ലാതെ മയ്യത്തുസ്കാരത്തിൽ പങ്കെടുക്കുക, മറമാടുന്നതിൽ പങ്കെടുക്കുക എന്നുള്ളത്. മൂന്നാമത്തേത് തശ്മീതുൽ ആതിസ് ഇദാ ഹമിദല്ലാഹ് അസ്സ വജൽ. ഒരു വ്യക്തി, ഒരു മുസ്ലിം, അവൻ തുമ്മിക്കഴിഞ്ഞ് അൽഹംദുലില്ലാ എന്ന് പറയുകയാണെങ്കിൽ തശ്മീത്ത് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ വ്യക്തിയെ അയാൾക്ക് റഹ്മത്തിനും ബറക്കത്തിനും ഖൈറിനും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനാണ് തശ്മീത്ത് എന്ന് പറയുന്നത്. നമുക്ക് പഠിപ്പിച്ചിട്ടുള്ള വാക്കാണ് യർഹമുക്കല്ലാഹ്, അല്ലാഹു തആല യർഹമുക്കല്ലാഹ്, അല്ലാഹു നിനക്ക് കാരുണ്യം ചൊരിയട്ടെ. വേറെ ഒന്ന് രണ്ട് വാക്കുകളൊക്കെ സ്വഹാബികളിൽ നിന്ന് വന്നത് കാണാം. എന്നാലും യർഹമുക്കല്ലാഹ് എന്ന ഹദീസിൽ വന്നിട്ടുള്ളതിനാണ് തശ്മീത്ത് എന്ന് പറയുന്നത്. ഈ മൂന്ന് കാര്യങ്ങൾ, ഇതിന് പുറമെയുള്ള ചില കാര്യങ്ങൾ കൂടി ഹദീസിൽ വന്നിട്ടുണ്ട്. വേറെ ചില ഹദീസിൽ കാണാം ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ. ഈ ഹദീസിൽ എത്ര പറഞ്ഞു? മൂന്നാ പറഞ്ഞത്. 6 എന്ന നിലക്ക് വന്നിട്ടുണ്ട്. ഖീല മാ ഹുന്ന യാ റസൂലല്ലാഹ്, അപ്പോൾ ചോദിച്ചു റസൂലേ ഏതാണത്? ഖാല, അപ്പോൾ പറഞ്ഞു ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി, നീ അവനെ കണ്ടുമുട്ടുമ്പോൾ അവനോട് സലാം പറയണം. വഇദാ ദഅാക ഫഅജിബ്ഹു, അവൻ നിന്നെ ക്ഷണിച്ചാൽ അഥവാ ഭക്ഷണത്തിനോ വലീമക്കോ ഒക്കെ ക്ഷണിക്കുമ്പോൾ ഉത്തരം ചെയ്യണം. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഉപദേശം ചോദിക്കുകയാണെങ്കിൽ, നസീഹത്ത് ചോദിക്കുകയാണെങ്കിൽ അവന് ഗുണകാംക്ഷയോടുകൂടി ഉത്തരം നൽകണം. അവൻ തുമ്മിയിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ യർഹമുക്കല്ലാഹ് എന്ന് പറയണം. അവൻ രോഗിയായാൽ അവനെ സന്ദർശിക്കണം. മരണപ്പെട്ടാൽ അവനെ പിന്തുടരണം, അഥവാ ജനാസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവനോടൊപ്പം ഉണ്ടാകണം. ഇത് 6 ഹദീസിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഈ കിതാബിൽ കൊടുത്തിട്ടുള്ള ഹദീസിൽ 3 പറഞ്ഞിട്ട്, വേറെ ഹദീസിൽ 5 ഇതേ കാര്യങ്ങൾ തന്നെ ഒന്ന് കുറച്ചിട്ടുള്ള നിലക്ക് നസീഹത്തിന്റെ കാര്യം ഒഴിവാക്കിക്കൊണ്ടുള്ള 5 വന്നിട്ടുണ്ട്. അപ്പൊ 3, 5, 6 എന്നീ എണ്ണത്തിലൊക്കെ ഈ വിഷയങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിം നൽകേണ്ട അവകാശമാണ്. ഒരു മുസ്ലിമിന് ലഭിക്കേണ്ട ഏതാണ് എന്നതിനപ്പുറത്തേക്ക് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് വേണ്ടി നൽകേണ്ട അവകാശമാണ്. ഇസ്ലാമിന്റെ ഒരു സൗന്ദര്യം ആലോചിച്ച് നോക്കി. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ഒരു ദീനിനെ, ഇങ്ങനെ ഒരു വിശ്വാസവും കർമ്മങ്ങളുമുള്ള ഇത്രയോളം നന്മകൾ ഉൾക്കൊള്ളുന്ന മനുഷ്യ ജീവിതവും മനുഷ്യന്റെ സാമൂഹിക ജീവിതവും എല്ലാം ഇത്രത്തോളം നന്നാക്കുന്ന വേറെ ഏതൊന്നാണുള്ളത്? അല്ല, ഒരുപാട് ആദർശങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ഒക്കെ വെക്കുമ്പോൾ, അല്ലെങ്കിൽ മതങ്ങൾ എന്ന പേരിൽ വെക്കുമ്പോ വേറെ ആർക്കാണ് ഇത്രയും കൃത്യമായിട്ട് മനുഷ്യനെ നന്മകൾ പഠിപ്പിക്കാൻ പറ്റുക? അത് എന്തുകൊണ്ടാണ്? ഇത് മനുഷ്യൻ ഉണ്ടാക്കിയതല്ല, ബാക്കിയുള്ളൊക്കെ മനുഷ്യന്മാരുണ്ടാക്കിയതാണ്. അല്ലെങ്കിൽ അള്ളാഹു ഉണ്ടാക്കിയതിൽ നിന്ന് പഴച്ചു പോയിട്ട് കൂട്ടിക്കടത്തലുകളും കുറവുകളും ഉണ്ടാക്കി പഴച്ചു പോയതാണ്. ഈ രണ്ടവസ്ഥയിലെ മറ്റുള്ളവർ ഉണ്ടാവുള്ളൂ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദീൻ നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിനാണ് നമുക്ക് എന്താണ് ഏറ്റവും നല്ലത് എന്ന് പറയാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഏറ്റവും നല്ല രീതിയിലുള്ള പാഠങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അടുത്ത ബാബ് ദുആഇൽ ആഇദി ലിൽ മരീദി ബിശ്ശിഫാഇ. ഒരു രോഗിക്ക്, സന്ദർശകനായിട്ടുള്ള രോഗിയെ സന്ദർശിക്കാൻ വന്നിട്ടുള്ള വ്യക്തി ആ രോഗിക്ക് വേണ്ടി ദുആ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോ ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ രോഗ സന്ദർശനം, ഇപ്പോ രോഗികളെ സന്ദർശിക്കുക എന്നുള്ളത് കാഫിരീങ്ങളും മറ്റൊക്കെ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. രോഗിയായി കിടക്കുന്ന ഒരാളെ കാണാൻ പോകുക എന്നുള്ളത് പൊതുവായിട്ട് ചെയ്യുന്ന കാര്യമായിരിക്കും. എന്നാൽ ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ, മുസ്ലിം ആയിട്ടുള്ള സഹോദരനായിട്ടുള്ള ഒരാളെ രോഗ സന്ദർശനം ചെയ്യാൻ പോകുമ്പോൾ അവനിൽ നിന്നുണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അവൻ ആ രോഗിക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളതാണ്. കാരണം രോഗം വന്നാൽ ആരാണ് മാറ്റുന്നവൻ? അല്ലാഹുവാണ്. അത് എത്ര വലിയ അറിവുള്ള ഡോക്ടർ ഉണ്ടെങ്കിലും, എത്ര വലിയ ഉപകാരപ്രദമായ മരുന്ന് മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും, അതിന് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടെങ്കിലും രോഗം ഷിഫയാക്കുന്ന ആരാണ്? ഷാഫി ആരാണ്? അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം എല്ലാ സബബുകൾക്കും അപ്പുറത്ത്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തേക്ക് രോഗം മാറാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളത് അവൻ ആദ്യം കാണിക്കേണ്ട കാര്യമാണ്. അതിൽ പ്രത്യേകിച്ചും തന്റെ മുസ്ലിമായ സഹോദരന് സന്തോഷമുണ്ടാക്കുന്ന, സമാധാനമുണ്ടാക്കുന്ന വാക്കായി അവന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള കാര്യവുമാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടുണ്ട്. ചില ദുആകൾ പ്രത്യേകം വന്നിട്ടുണ്ട്, ചിലത് ഈ കിതാബിൽ തന്നെയുണ്ട്. ഈ ദുആ ചെയ്തിരുന്ന ചില സന്ദർഭങ്ങൾ ഹദീസുകൾ വന്നിട്ടുള്ളത്. ഒന്നാമത്തേത്, عن ثلاثة من بني سعد كلهم يحدث عن أبيه. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മക്കളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു റിവായത്തിൽ അദ്ദേഹം പറയുകയാണ്, أن رسول الله صلى الله عليه وسلم دخل على سعد يعوده بمكة. സഅദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മക്കയിൽ ഹജ്ജിന് വേണ്ടി പോയ സമയത്ത് രോഗിയാവുകയും ആ രോഗിയായിരുന്ന സമയത്ത് കുറെ ബുദ്ധിമുട്ടി മരിക്കുമെന്ന് ഉറപ്പുള്ള ആ രോഗം വന്നൊരു സന്ദർഭം ഉണ്ടായിരുന്നു. അങ്ങനെ മക്കയിൽ വെച്ച് രോഗിയായി. ഫബക്ക, അദ്ദേഹം കരയുന്നുണ്ടായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിച്ച സമയത്ത് അദ്ദേഹം കരയുന്നുണ്ടായിരുന്നു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ യുബ്കീക, എന്താണ് നിങ്ങളെ കരയിപ്പിക്കുന്നത്? എന്താണ് ഈ കരയാനുള്ള കാരണം ചോദിച്ചു.
ഖാല, അപ്പോ സഹാബി പറഞ്ഞു, ഖശീതു അൻ അമൂത ബിൽ അർദ് അല്ലതി ഹാജർതു മിൻഹാ കമാ മാത സഅദ്. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു പറയാണ്, ഞാൻ ഇവിടെ വെച്ച് മരിക്കുമോ എന്നൊക്കെ പേടിയാവുകയാണ്. അതായത് മദീനത്തേക്ക് ഹിജറ പോയ സഹാബിയാണ്. അപ്പോ ഹജ്ജിന് വേണ്ടി എങ്ങോട്ട് വന്നാണ്? മക്കയിലേക്ക് വന്നാണ്. അപ്പൊ മക്കയിൽ നിന്ന് ഹജ്ജിന് വേണ്ടി വന്ന് കുറച്ച് ദിവസം തങ്ങിയ സമയത്താണ് ഈ രോഗം മാരകമായ അവസ്ഥയിൽ വന്നിട്ടുള്ളത്. അപ്പൊ മരണസമയം ആ രോഗത്തിന്റെ സമയത്ത് സഹാബി കാര്യങ്ങൾ എന്തിനാ ചോദിച്ചപ്പോ മറ്റൊരു സഹാബി സഅദ് ബിൻ ഖൗല എന്ന് പറയുന്ന സഹാബി ഇങ്ങനെ വന്നിട്ട് മക്കയിൽ വെച്ച് മരണപ്പെടുകയുണ്ടായി. ഹിജറ ചെയ്ത മുഹാജിറായ സഹാബിയാണ്. മക്കയിലേക്ക് ഹജ്ജിനൊന്നുപാടെ മരണപ്പെടുകയുണ്ടായി. അപ്പൊ ആ സഹാബി മരണപ്പെട്ടതുപോലെ, ആ സഅദ് മരണപ്പെട്ട പോലെ ഞാനും ഇവിടെ വെച്ച്, ഞാൻ ഹിജറ പോയ നാട്ടിൽ വെച്ച് മരിക്കുമോ എന്ന പേടിയിലാണ് ഞാൻ കരയുന്നതെന്ന് പറഞ്ഞു. അതായത് ഹിജറ പോയി കഴിഞ്ഞാൽ പിന്നെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റുമോ? ഇല്ല. അതവിടെ വിജയം ഉണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റില്ല, മണികേറാൻ പറ്റൂല. അപ്പൊ മക്കയിൽ നിന്ന് മദീനയിലേക്ക് സഹാബികൾ പോയി. മക്കം 10 ശേഷം തിരിച്ചു വന്നിട്ടുണ്ടോ? ഇല്ല. മദീനയിൽ തന്നെയാണ് വഫാത്തായത്. സഹാബികൾ അങ്ങനെയാണ് പോയത്. അപ്പൊ ഞാൻ ഹിജറ ഇവിടുന്ന് പോയതാണല്ലോ, അള്ളാഹ്ക്ക് വേണ്ടി എന്റെ എല്ലാം വിട്ടുകൊണ്ട് അള്ളാഹിന്റെ ദീനിന് വേണ്ടി ഞാൻ പോയതാണല്ലോ. പിന്നെ ഈ നാട്ടില് വരാനുള്ള കാരണം എന്താണ്? ഹജ്ജിന് വേണ്ടി വന്നാണ്, സന്ദർശിക്കാം അങ്ങനെ നിൽക്കല്ലാതെ അതിനു വേണ്ടി വന്നാണ്. അപ്പൊ അവിടുന്ന് രോഗിയായി, ഞാൻ ഇവിടെ വെച്ച് മരിക്കുമോ എന്നുള്ള പേടിയിലാണ് കരയുന്നത് എന്ന് പറഞ്ഞു. قال അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഇശ്ഫി സഅദൻ തലാസൻ, 3 തവണ അല്ലാഹുമ്മ ഇശ്ഫി സഅദൻ, സഅദിന് നീ ശിഫ നൽകണമേ, സഅദിന് ശിഫ നൽകണമേ എന്ന് 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫഖാല, അപ്പോ പിന്നെ ഈ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലീ മാലുൻ കസീറുൻ, എനിക്ക് ധാരാളം സമ്പത്തുണ്ട്, ഒരുപാട് സമ്പത്തുണ്ട്. ഏരിസ്നി ഇബ്നതി, എനിക്കാണെങ്കിൽ ഒരു മോളേ ഉള്ളൂ, എനിക്കാണെങ്കിൽ ഒരു മകളുള്ളൂ, ഒരുപാട് സമ്പത്തുണ്ട്. അപ്പൊ ഊസി ബിമാലി കുല്ലി, ഞാൻ എന്റെ സമ്പത്തൊക്കെ വേറെ സാധുക്കൾക്ക് വേണ്ടി പൊതുവായിട്ട് ഞാൻ വസിയത്ത് ചെയ്യട്ടെ, ദാനം കൊടുക്കാൻ വേണ്ടി വസിയത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, വേണ്ടെന്ന് പറഞ്ഞു. ഖാല ഫബിസ്സുൽസൈൻ, 2 ഭാഗവും ഞാൻ കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. ഖാല ല, അപ്പൊ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. ഖാല ഫന്നിസ്ഫ്, പകുതി ഞാൻ അങ്ങനെ വസിയത്ത് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ഖാല ല, അപ്പൊ പറഞ്ഞു വേണ്ട പറഞ്ഞു. ഖാല ഫത്തുലുസ്, 1/3 ഞാൻ അങ്ങനെ വസിയത്ത് ചെയ്യട്ടെ ചോദിച്ചു. ഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്തുലുസ് കസീർ, 1/3 തന്നെ കൂടുതലാണ്. എന്നിട്ട് പറഞ്ഞു, ഇന്ന സദഖതക മിൻ മാലിക സദഖതൻ, ഇന്ന സദഖതക മിൻ മാലിക സദഖതുൻ, നിന്റെ സമ്പത്തിൽ നിന്ന് നീ പൊതുവായിട്ട് കൊടുക്കുന്ന സദഖയെല്ലാം, ദാനധർമ്മം എല്ലാം സദഖയായി കൂട്ടും. വനഫഖതക അലാ ഇയാലിക സദഖതുൻ, അതുപോലെ നിന്റെ കുടുംബത്തിന് നീ ചെലവിന് കൊടുക്കുന്നതും സദഖയാണ്. വമാ തഅകുലു ഇംറഅതുക മിൻ തആമിക ലക സദഖതുൻ, നിന്റെ ഭാര്യ നീ സമ്പാദിച്ചുണ്ടാക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഭക്ഷിക്കുക എന്നുള്ളതും നിനക്ക് സദഖയാണ്. വഇന്നക അൻ തദഅ അഹ്ലക ബിഖൈരിൻ ഔ ഖാല ബിഐശിൻ ഖൈറുൻ മിൻ അൻ തദഅഹും യതകഫഫൂന الناس, നീ നിന്റെ കുടുംബത്തിനെ അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള നിലക്ക് സമ്പത്തും കാര്യങ്ങളുള്ള അവസ്ഥയിൽ വിട്ടേച്ചു പോകുന്നതാണ് നിന്റെ മരണശേഷം അവർ ആളുകളുടെ അടുക്കൽ ചോദിക്കേണ്ടി വരുന്ന ആവശ്യക്കാരായി പോകേണ്ടി വരുന്നേക്കാൾ ഖൈറായിട്ടുള്ള കാര്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. വഖാല ബിയദിഹി, തന്റെ കൈകൊണ്ട് കാണിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചോദിച്ചു നടക്കുന്നതിനേക്കാൾ നല്ലത് നിന്റെ സമ്പത്തോട് അവർക്ക് വിട്ടേച്ചു പോകുന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഹദീസില് നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ട കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഅദ് റളിയല്ലാഹു അൻഹു വേണ്ടി ദുആ ചെയ്തതാണ്. എന്ത്? അല്ലാഹുമ്മ ഇശ്ഫി സഅദൻ, സഅദിന് നീ ശിഫ നൽകണമേ എന്നുള്ളത്. അതോടൊപ്പം ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യം, ഒരാൾ മരണസമയത്ത് അല്ലെങ്കിൽ അവന്റെ സ്വത്ത് 1/3 കൂടുതൽ വസിയത്തായി നൽകാൻ പാടില്ല. അതായത് ഒരാളുടെ സ്വത്ത് അയാൾ മരണപ്പെടുന്നതോടുകൂടി ഇസ്ലാമിൽ അള്ളാഹു പറഞ്ഞ പോലെയാണ് വിധിക്കേണ്ടത്. സ്വത്തിന്റെ സമ്പത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥനാണ്? മാലില്ല, അള്ളാഹുവിന്റെ സമ്പത്താണ്. ഒരാൾക്ക് ജീവിക്കാൻ അള്ളാഹു അവന് നൽകുന്നു എന്ന് മാത്രം. അപ്പൊ ഒരാൾ മരണപ്പെട്ടു പോയാൽ ആ സമ്പത്തിന്റെ യഥാർത്ഥ ഉടമ ആരാണ്? അള്ളാഹുവാണ്. പിന്നെ ആ സ്വത്ത് വീതിക്കേണ്ടത് ആര് പറഞ്ഞു വെച്ചിട്ടാണ്? അള്ളാഹു പറഞ്ഞു വെച്ചിട്ടാണ്. അപ്പൊ അള്ളാഹു വീതിക്കാൻ പറഞ്ഞ ചില രീതികളുണ്ട്. അപ്പോ ആ രീതിയിൽ വീതിക്കുന്നത് അവന് ഒരു വസിയത്ത് ചെയ്യാൻ അവന്റെ സ്വത്തിൽ നിന്ന് അള്ളാഹു അവകാശം നൽകിയിട്ടുള്ളത് ദാനധർമ്മമായിട്ടോ അല്ലെങ്കിൽ ആ സാധുക്കൾക്കായിട്ടോ അല്ലെങ്കിൽ മസ്ജിദിനോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യത്തിനൊക്കെ ആയിട്ട് വസിയത്ത് ചെയ്യാൻ, അവന് നന്മയായിട്ട് ചെയ്തു വെക്കാൻ അവന് അവകാശമുണ്ട്. ഞാൻ മരിച്ചാൽ എന്റെ സ്വത്തിൽ നിന്ന് ഇത്ര ഇന്നതിന് കൊടുക്കണം, അല്ലെങ്കിൽ ഇന്ന ആൾക്കാർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഇന്ന ആവശ്യത്തിന് ഉപയോഗിക്കണം, വസിയത്ത് ചെയ്യാം. അപ്പൊ ഈ സഹാബി, എനിക്ക് ആ ഒരു മകളുള്ളൂ, ആ മകൾക്ക് ജീവിക്കാനുള്ളതൊക്കെ അവിടെ സാഹചര്യം ഉണ്ട്, പിന്നെ എനിക്ക് കുറെ സ്വത്തുണ്ട്, ഇതൊക്കെ പാടെ എന്റെ മകൾക്ക് എന്തിനാ ആവശ്യം എന്നുള്ള നിലക്ക് നബിസ്വല്ലല്ലാഹു ചോദിക്കുകയാണ്, ഞാൻ എന്റെ സമ്പത്ത് മൊത്തം ഒന്ന് വസിയത്ത് ചെയ്യട്ടെ, അനന്തരായിട്ടൊന്നും വേണ്ട, എല്ലാം വസിയത്ത് ചെയ്യട്ടെ. വേണ്ട പറഞ്ഞു. അങ്ങനെ 2/3 പകുതി അങ്ങനെ ഓരോന്ന് ചോദിച്ചു നബിസ്വല്ലല്ലാഹു വേണ്ടാന്ന് പറഞ്ഞു. അവസാനം 1/3 എന്ന് പറഞ്ഞപ്പോ അതന്നെ കൂടുതലാണ്, അത് വേണമെങ്കിൽ
വസിയത്ത് ചെയ്തോ നിനക്ക് പരലോകത്തേക്കുള്ള നിനക്ക്. അതുകൊണ്ട് കാരണം പറഞ്ഞാൽ എന്താണ്, നീ എല്ലാം വസിയത്ത് ചെയ്തിട്ട് നിന്റെ കുടുംബത്തിന് അനന്തരമായി ഒന്നും കിട്ടാതെ അവർക്ക് ആളുകൾ നിന്റെ മരണശേഷം ആളുകളിലേക്ക് ആവശ്യക്കാരായി പോകുന്നതിനേക്കാൾ നിന്റെ ഉള്ള സമ്പത്ത് അവർക്ക് ലഭിക്കലാണ് ഏറ്റവും ഉത്തമം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. അപ്പോ അതുമായി ബന്ധപ്പെട്ട കാര്യമുണ്ട്. പക്ഷേ ഈ ഹദീസിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, രോഗിയായാൽ രോഗികളെ സന്ദർശിക്കുന്ന സമയത്തിൽ ആ രോഗികളെക്ക് വേണ്ടി ദുആ ചെയ്യണം. അതിന് പ്രത്യേകം ദുആകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും വേണം. ഇൻഷാ അല്ലാഹ് അടുത്ത ബാബുകൾ അടുത്ത ദർശനം നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യങ്ങൾ പകർത്താനും അത് ജീവിതത്തിൽ കൊണ്ടുവരാനും തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.